എൻ്റെ അമ്മോ, ശ്വേതാ മേനോൻ വന്ന് വീട് ഇളക്കി മറിച്ചു. സാബുമോനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം പക്ഷെ കിട്ടുന്നത് ശ്വേതാ മേനോനിൽ നിന്നാണ്. ശ്വേത റോബോയെ ജാസ്മിനെ വിളിച്ച് വീട്ടിൽ എല്ലാവരെയും വിളിച്ച് ഒരു സ്ഥലത്ത് ഇരുത്താൻ പറയുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ റോബോ ചെന്ന് ഓരോരുത്തരുടെ അടുത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓണേഴ്സായ പവർ ടീമിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്ന പോലുമില്ല, മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. കാരണം അറിയാലോ, രാവിലെ തൊട്ടേ ഓണേഴ്സ് പറയുന്ന ഒന്നും റോബോ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കുറേ തവണ നിർദ്ദേശങ്ങൾ കൊടുത്തും ജാസ്മിൻ എന്ന റോബോ അത് മൈൻഡാക്കാതെ നിൽക്കുമായിരുന്നു. അതിനൊരു തിരിച്ചൊരു പണി അവരും കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ ജാസ്മിൻ എന്ന റോബോ ശ്വേതയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ഓണേഴ്സ് വരുന്നില്ല എന്ന്. അപ്പോൾ ശ്വേത കൂളായിട്ട് റോബോ അല്ലേ, വിളിച്ചു കൊണ്ട് നിർത്ത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട പാടെ വീണ്ടും ചെല്ലുന്ന റോബോ തിരിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടും കേൾക്കാത്തപ്പോൾ അടുക്കളയിൽ നിന്ന് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ റസ്മിൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയെ കാണുന്നു. പിന്നെ ജാസ്മിനും റസ്മിനും കൂടെ വമ്പനടി, അടി എന്ന് പറഞ്ഞാൽ വമ്പനടി, കയ്യാങ്കളി വരെ ഉണ്ടോയെന്ന് കൂടെ സംശയമുണ്ട്. കാരണം ജാസ്മിൻ കരയുന്നത് നമുക്ക് അവിടെ കാണാം. ജാസ്മിൻ അത്ര പെട്ടെന്ന് കരയുന്ന ആളല്ലോ. പിന്നെ റസ്മിൻ പറയുന്നുണ്ട് ഓണേഴ്സ് ഞങ്ങളാണ്, ഞാൻ പറയുന്നത് റോബോ അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഉരസി നിൽക്കാൻ തുടങ്ങി 2 ദിവസമായല്ലോ. അതൊരു വമ്പനടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ശ്വേതാ മേനോൻ.